ഇവിടെ എന്താ സംഭവിക്കുന്നത്? അവരെന്തിനാ എന്നെ തേടി നടക്കുന്നത്? പറയാന്ന് പറഞ്ഞിട്ട് അത് പറയണോ? കളിക്കുവാണോ വിക്ടർ? അങ്ങനെയല്ല, ഒരുപാട് പോലീസ്. ഇവിടെ ജീവൻ പോയിക്കൊണ്ടിരിക്കുക. നീ അവിടെ ബീച്ച് ഹൗസില് നിന്റെ ഭാര്യയുടെ കൂടെ റൊമാൻസ് ചെയ്തോണ്ടിരിക്കുവാണോ? ഇത് നടക്കുമോ ഇല്ലയോ? പെണ്ണുങ്ങൾക്ക് മാത്രമേ ഞാൻ അഡ്വാൻസ് കൊടുക്കാറുള്ളൂ. ഇതാദ്യമായിട്ട് അവർ പെണ്ണിന്റെ ഹൃദയത്തിന് വേണ്ടി അതും നിനക്ക് തന്നു. ദേവിക ദേവിക എന്നും പറഞ്ഞ് ഊണും ഉറക്കവും ഇല്ലാതെ അവളെയും സ്വപ്നം കണ്ട് ഞാൻ ഇവിടെ കിടക്കുക. നാളെ 1 മണി വരെ ഡോക്ടർ സമയം തന്നിട്ടുള്ളൂ. ഇനി എനിക്ക് വയ്യ. നീ പറ, ഞാൻ എവിടെയാ വരേണ്ടത്? ഈ വീൽ ചെയറും തള്ളിക്കൊണ്ട് ഞാൻ വരാം. എവിടെയാ വരേണ്ടത്? നമ്പർ 23 ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്. ഇപ്പോഴവളുള്ള സ്ഥലത്തിന്റെ അഡ്രസ്. ആ വീട്ടിന്റെ ഉടമസ്ഥൻ സത്യദേവ് IPS. അതെ സാർ, അവിടെ തന്നെ. അന്ന് ആ കോഫി ഷോപ്പിൽ വെച്ച് അതും അവനാണെന്ന് അറിഞ്ഞു. അവനാരാ? അവളുമായിട്ട് അവന് ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല സാർ. എന്താവശ്യമുണ്ടെങ്കിലും ചോദിച്ചോ. എത്ര പേര് വേണമെങ്കിലും അയക്കാം. ഒരു കുഞ്ഞു പോലും അറിയാതെ പൊക്കണം. കുറച്ച് സമയം താ സാർ. എന്താണ് ഇല്ലാത്തത്? അതാണ് നീ ചോദിക്കുന്നത്. മരണമണിക്ക് സമയമായിരിക്കുന്നു, നിനക്കും ചേർത്ത്. വിക്ടർ, എന്തു പറ്റി? പോലീസ് ടീം ആരും വേണ്ട, രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിട്ടു. എൻ്റെ കൂടെ എൻ്റെ 2 വിശ്വസ്തരായ ആളുകൾ, അവരും എന്നെ പോലെ എക്സ് പോലീസ്മെൻസ് ചെയ്യാൻ ഒരുപാടുണ്ട്. എന്താണെന്ന് പറഞ്ഞോളൂ സാർ. നമ്മുടെ ആ സ്ഥലത്തേക്ക് പോകണം. നടന്നിട്ട് നമ്മുടെ സ്ട്രീറ്റിൽ അല്ലെങ്കിൽ അടുത്ത സ്ട്രീറ്റിൽ ഏത് വണ്ടി എൻ്റർ ചെയ്താലും അല്ലെങ്കിൽ ഒരാൾക്കൂട്ടമോ എന്തായിരുന്നാലും ഒരു നായ് നടന്ന് അതിലെ വന്നാൽ പോലും എനിക്ക് വയർലെസ് സിഗ്നൽ തരണം. യെസ് സാർ. അതും 1/2 മണിക്കൂർ ഇടവിട്ട് വേണം. ഞാൻ സാറിന് ഗുഡ് മോർണിംഗ് പറഞ്ഞോളാം. ഗുഡ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. വിക്ടറിനെ എനിക്ക് നന്നായിട്ടറിയാം. അവൻ വരും, ഉടനെ തന്നെ വരും. എങ്ങനെ വേണമെങ്കിലും വരാം. ആൻഡ് ഐ വാസ് റെഡി. ഒന്ന് മൂളിയാ മതി, പൊയ്ക്കോളൂ. 5 പേര് എന്ത് പറയുന്നു? സത്യക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഞാൻ വരുമെന്ന് അവനറിയാം. പോകാം. പറയാം. സാർ അലേർട്ട്. സർ, ഒരു ബ്ലാക്ക് സ്കോർപിയോ വീടിനടുത്തേക്ക് വരുന്നുണ്ട്. എന്താണ് വേണ്ടത്? കഴിവേറുടെ മക്കളെ. ഓപ്പണിങ് ശരിയല്ലല്ലോ. അവൻ നെഞ്ചു വിരിച്ചാ നിൽക്കുന്നേ. സംഗതി വഷളാവൂലോ. സാറേ, വേണുഗോപാൽ ഇവിടെ. ഒരു മറ്റേ മോൻ ഇവിടെ ഇല്ലടാ. പോകാൻ നോക്ക്. എന്താണ് പോകാൻ പറയുന്നത്? സാറേ, ഇത് തന്നെ വീടെന്ന് പറഞ്ഞത്. തെറ്റിപ്പോയതായിരിക്കും. സാർ, നിങ്ങളാരാ? പുതിയ ആളവിടെ. വായിക്കാൻ അറിയില്ല. ഇവന്റെ ഒരു ജാട കണ്ടില്ലേ? എടാ, വീട്ടിനുള്ളൊരു പെണ്ണില്ലേ, അവളെ പുറത്ത് വിടറാ, അല്ലെങ്കിൽ അറുത്ത് കളി ഞാൻ. നിന്റെ വീട്ടിൽ പെണ്ണുങ്ങളൊന്നുമില്ലേ? എൻ്റെ വീട്ടിൽ അന്വേഷിച്ചു വരാൻ. ഇവിടെ ഞാനല്ലാതെ മറ്റാരുമില്ല. അഥവാ ഉണ്ടെങ്കിലും അവരെ പുറത്തേക്ക് വിടാൻ പറ്റില്ല. നിനക്ക് നിർബന്ധമാണെങ്കിൽ അകത്തു വന്ന് നോക്ക്. ഉണ്ടെങ്കിൽ വിളിച്ചോണ്ടും പോക്കോ. പക്ഷെ അതിനു മുമ്പ് നീ എന്നെ മറികടന്ന് പോകണം. അപ്പോ നീ പറഞ്ഞതുപോലെ തന്നെ നടക്കും. നിന്റെ മരണം
ഇവൻ്റെ ഡയലോഗ് കേട്ടിട്ട് അകത്ത് ഒരുപാട് പേരുണ്ടെന്നാണ് തോന്നുന്നത്. ഞാനൊരു കാര്യം പറയുന്ന കേൾക്കേ, ദേ അവൻ്റെ ഒരു സ്റ്റൈല് കണ്ടില്ലേ? അയ്യോ ഞാൻ പോയിക്കോ. എടാ നീ ജാതനെ പോയി ചത്തോ, എനിക്ക് ജീവന് പേടിയുണ്ട്. ഡാ നിക്കടാ, വരാം. 10 പേരുടെ കൂടെ വരാം. രാത്രി കടത്തി ഉറക്കല്ലടാ. വരണം. എടാ വേഗം വാടാ, വെറുതെ വല്ലവൻ്റെ തല്ലുകൊള്ളേണ്ട കാര്യമുണ്ടോ? വാ. എടാ നീ അവിടെ തന്നെ നിക്കണം കേട്ടോ. ദേ ഇപ്പൊ വന്നേക്കാം. പെട്രോളൊക്കെ ഉണ്ടോടെ? ആർക്കറിയാം. എന്താ വിക്ടറേ, ഇത്രയേ ഉള്ളൂ? ഗുഡ് മോർണിംഗ് അച്ഛാ. മോൾ ഇന്ന് സ്കൂളിൽ പോകണ്ട, നാളെ അച്ഛൻ കൊണ്ടുവിടാം. അച്ഛാ എനിക്കിന്ന് സ്കൂളിൽ പോകണം. ഐ ഹാവ് പോയിട്രി റിസൈറ്റൽ ടുഡേ. ടീച്ചർ ടോൾഡ് മീ ഐ ഹാവ് ടു കം. പ്ലീസ് അച്ഛാ. ഹലോ. ഇന്നലെ കണ്ടുമുട്ടിയതിന് ശേഷം ഞാൻ നിന്നെ വിളിക്കില്ലെന്ന് കരുതിയല്ലേ? എനിക്ക് നിന്നെ അങ്ങനെ വെറുതെ വിടാൻ കഴിയില്ലല്ലോ. നിന്റെ പിന്നാലെ ഞാൻ ഉണ്ടാവും. ഇനിയെല്ലാം നന്നായിട്ട് നടക്കാൻ പോവാ വിക്ടറേ. കരിമരുന്നില്ലാതെ പടക്കം പൊട്ടുന്ന നീ കണ്ടിട്ടുണ്ടോ? പറയടാ വിക്ടറേ, എപ്പോഴാ വരണ്ടേ? പറയാം. മുടിയെല്ലാം നരച്ചുപോയി. നിനക്ക് വയസ്സായി സത്യ. വയസ്സായോ ഇല്ലയോ എന്ന് നിനക്ക് ഇന്നലെ കോഫി ഷോപ്പിൽ വെച്ച് മനസ്സിലായി കാണുമല്ലോ. എന്നിട്ടും ചോദിക്കുന്നു കേട്ടില്ലേ? നീ ഇപ്പോഴും അവിടെ തന്നെയാ. സമ്മതിക്കുന്നു, വെളച്ചിലും കൂടുതലാ. പക്ഷെ 1 മിനിറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തീർത്തേനെ. അത് ശരിയാ അവിടെ ചെക്കി. പക്ഷെ ഞാൻ നിന്നെ ആയിരിക്കും. കീറിയത് നിന്റെ ഷർട്ടാ സത്യ. അടിപിടി ഉണ്ടാക്കിയ ഷർട്ട് കീറാതിരിക്കൂ. പോലീസ് ജോലിയെല്ലാം വേണ്ടെന്ന് വെച്ച് ഞങ്ങളെല്ലാം സങ്കടത്തിലാഴ്ത്തി പോയിട്ട് പിന്നെന്തിനാണ് വീണ്ടും ഞങ്ങളുടെ കാര്യത്തിൽ തലയിടുന്നത്? ഒരുപാട് നാളുകൾക്ക് ശേഷം. നല്ല കാര്യം തന്നെയാണ്, എനിക്ക് സന്തോഷം തന്നെ. എന്നാ ഒന്ന് ചോദിച്ചോട്ടെ, അവളെന്താ നിനക്ക് വേണ്ടപ്പെട്ടവളാണോ? ഒന്നും അല്ലല്ലോ. അവളെ ഇഷ്ടാ? അതുമില്ലല്ലോ. പിന്നെ എന്താ സത്യ? ചൊറിച്ചില്. നീ വിചാരിക്കുന്ന ചൊറിച്ചിലല്ല, പോലീസുകാരന്റെ ചൊറിച്ചിൽ. മനസ്സിലായില്ലേ? നന്നായിട്ട്. ഞാനും നിന്നെ പോലെ സത്യ. അന്ന് നീ പറഞ്ഞില്ലേ, ഓ ഞാനാ വരയങ്ങ് മറികടന്നു. നീ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല സത്യ. കാരണം നമ്മൾ വരച്ച വര മറികടന്നു കഴിഞ്ഞാ പിന്നൊരു തിരിച്ചു വരവ് അത് ശരിയാവില്ല. അത്രേ ഉള്ളൂ. മനസ്സിലായോ സത്യ? നീ മിടുക്കനാ വിക്ടർ, നല്ല മിടുക്കുള്ളത്. അടുത്ത എന്താ സത്യ? വേറെന്തെങ്കിലും പറ. ഒന്ന് മീറ്റ് ചെയ്താലോ? വാ. ഏത് സമയത്തും സ്വാഗതം. ഈ പറഞ്ഞത് പോയിന്റ്. ആ നീ ആണാടാ, ആണ് തന്നെയാ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് സത്യ. അതുകൊണ്ട് തന്നെയാടാ ഞാനൊന്ന് കബളിപ്പിക്കപ്പെട്ടത്. നിന്റെ കൂടെ നിന്ന എല്ലാം നേടാമെന്ന് ഞാൻ വിചാരിച്ചടാ സത്യ. വിശ്വസിച്ചിട്ട് ചതിക്കുഴി വീണ കുറ്റബോധമാടാ എനിക്ക്. അത് തീർന്നിട്ടില്ലടാ ഇതുവരെ എനിക്ക്. ഞാൻ എൻ്റെ ജോലി മാത്രമാ ചെയ്തത്. നീ വലിയ നല്ലവൻ. നിങ്ങൾ വലിയ നല്ലവരും വല്ലവരുമാണെന്നുള്ള ഫീല് കൊടുക്കാതെ വിക്ടർ. ആ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരും, നീ ഉൾപ്പെടെ, ഒന്നാന്തരം ബാസ്റ്റഡ്സ് ആണ്. സമ്മതിക്കുന്നു. അതുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ തന്നെ നിനക്ക് ഫോൺ ചെയ്ത് ഇപ്പം നീ പറഞ്ഞതുപോലെ തന്നെ പറയാം, ഞാൻ എൻ്റെ ജോലി മാത്രമാണ് ചെയ്തതെന്ന്. മനസ്സിലായില്ല? അവളിപ്പോൾ എൻ്റെ കസ്റ്റഡിയിലെ സത്യ. ഒന്നോടെ പറഞ്ഞേ. ഞാൻ അവളെ പൊക്കിക്കൊണ്ടുപോയി സത്യ. ഇപ്പം മനസ്സിലായോ? ദേവിക, ദേവിക, ദേവിക. എവറിത്തിങ് ഓക്കെ? യാ. സത്യ, സത്യ,
ഇസ് എവറിഥിങ് ഓക്കെ? യാ ഓൾസോ ഫൈൻ. സോറി. ആരെ കൊണ്ടുപോയി നീ പറഞ്ഞേ? പേടിച്ചു പോയല്ലേ? പോയി നോക്കിയോ അവളെ? ഇപ്പൊ അവളുടെ കൂടെയാണോ അതോ? പറഞ്ഞോളൂ വിക്ടർ. ഏയ്, ഞാൻ പറഞ്ഞോണ്ടിരിക്കല്ലേ. നിന്റെ ഇഷ്ടത്തിന് പറഞ്ഞോന്ന് പറഞ്ഞോണ്ടിരുന്ന അപ്പൊ സംസാരിച്ചോണ്ടിരിക്കണം. എന്തൊക്കെയോ നടക്കാൻ പോകുന്നു സത്യ. നിന്നെ ആദ്യം കണ്ടപ്പോ ഉണ്ടായിരുന്ന ഉത്സാഹമില്ലടാ ഇപ്പം. ചങ്കൂറ്റവും ഇല്ല. വലിയ കേമനായിരുന്നല്ലോ. എന്ത് പറ്റി സത്യ? അതാ ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നേ. അതെന്താണെന്ന് ഞാൻ പറയാം. ഈ ഫോൺ കോളെല്ലാം പോലീസുകാർ പതിവ് പോലെ ട്രേസ് ചെയ്യില്ലേ? നമ്മളാണെങ്കിൽ ഒരുപാട് നേരം സംസാരിക്കുകയും ചെയ്തു. നിനക്കാ ശീലമല്ലേ? അല്ല, നീ ട്രേസ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഞാൻ എവിടെയാണെന്ന് നീ അറിഞ്ഞേനെ. 10 സെക്കൻഡിൽ ഈ കോള് കട്ടാകും. 30ാമത്തെ സെക്കൻഡിൽ. കുറച്ചു നേരം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവളെ പൊക്കിയിരിക്കുമെന്ന്. അതായത് ദേവേന്ദ്രൻ തടഞ്ഞാലും ഞാൻ അവളെ പൊക്കോടാ. ഫൗണ്ടൈൻ ഇട്ടെന്ന് പറഞ്ഞ സ്കൂളിന്റെ മുമ്പിൽ നിന്നാ സംസാരിക്കുന്നേ. വീണ്ടും ഞാൻ നിന്നെ വിളിക്കാൻ സത്യ. ചെക്ക് ദ സ്ട്രീറ്റ്. സർ. മെയിൻ റോഡ് വരെ നമ്മുടെ വഴി ക്ലിയർ ആണെന്ന് ചെക്ക് ചെയ്യണം. Yes, sir. പിന്നെ അവർ ഗേറ്റ് ഓൾസോ ചെക്ക് ഓൾ ദ വെഹിക്കിൾസ്. ചെക്ക് സർ. കം ഓൺ. ഫിലിപ്പ്, എനിക്ക് വന്ന ലാസ്റ്റ് കോൾ, അതിന്റെ ലൊക്കേഷൻ വേണം. റെഡി സർ. 30 സെക്കൻഡിനുള്ളിൽ തരാം സർ. സ്കൂളിലാണ് സാർ. ഇപ്പോൾ ഒന്നുള്ളൂ. ഇഷയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് പറ്റി സാർ? ഈസ് എവറിത്തിങ് ഓക്കെ? ഓൾ ക്ലിയർ ആൻഡ് ദെയർ? എല്ലാം ക്ലിയർ ആണ് സാർ. ജാഗ്രതയോടെ ഇരിക്കണം. സാർ, തീർച്ചയായും സാർ. ഓക്കെ, ബട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാനൊരു ടീമിനെ സ്കൂളിലേക്ക് അയക്കാം. ബട്ട് സത്യ, ഇതൊരു ട്രാപ്പ് കൂടെ ആകാം. അതുകൊണ്ട് നീ വീട് വിട്ട് പുറത്തേക്ക് വരണ്ട. ഇൻകമിംഗ് കോൾ വന്നോണ്ടിരിക്കുക. I'll call you back. ഓക്കെ. പറയൂ ഫിലിപ്പ്. സാർ, MRC നഗർ ടവറിലേക്കാണ് സാർ പോകുന്നത്. താങ്ക് യു ഫിലിപ്പ്. D16 എന്നൊരു 5 പേരെ സെലക്ട് ചെയ്ത് ഫൗണ്ടൻ സ്കൂളിലേക്ക് വേഗം അയക്കേ. ഉടനെ പുറപ്പെടണം. മേക്ക് ഇറ്റ് ക്വിക്ക്. നിന്റെ പേരെന്താ?